ഹായ്, ഇന്ന് നമ്മുടെ പട്ടാളം പുരുഷു ജമ്മുന്ന് വന്നേക്കാണ്. ഒരു കല്യാണമാണ് കേട്ടോ, അതുകൊണ്ട് അവൻ വന്ന് ലീവിൻ്റെ നാട്ടിൽ വന്ന്. അപ്പം അവനെ പൊക്കാൻ പോകുന്ന വീഡിയോയാണ്. ബാ, ഓക്കെ. ഇന്ന് വീട്ടിമാരുടെ വിവാഹ വാർഷികമാണ്. വീട്ടിമാരുടെ വിവാഹ വാർഷികമായിട്ട് സവാളയൊക്കെ അരിച്ചോണ്ടിരിക്കുന്നത്. ബിരിയാണിയാണോ? വിവാഹ വാർഷികമായതുകൊണ്ട് വീട്ടിൽ വക ബിരിയാണിയാണെന്ന് തോന്നുന്നു. അപ്പൊ സേ ഹായ്. അപ്പൊ ഓക്കെ, നമുക്ക് ഞാൻ മിഥുന്റെ വീട് വരെ പോണ്. പട്ടാളം വന്ന് ഞാൻ പോയിട്ട് വരട്ടെ, അവനെ പോയി കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, വെൽക്കം ടു കേരള, നൈസ് ടു മീറ്റ് യു. നമ്മൾ പൊളിക്കുന്നു. കല്യാണം പറഞ്ഞ് തീർന്നില്ല ഇതുവരെ, സമയമില്ല ഇനി കല്യാണത്തിന്. കൊള്ളാം. ഏണ്ട ഇവനെ വിളിച്ചോണ്ട് പോകാത്ത ഈ അച്ഛനെയും കൂടെ ഒക്കെ. നീ എന്താ പോവാത്ത കല്യാണം വിളിക്കാൻ? നിന്റെ കല്യാണത്തിന് അവൻ വരണ്ടേ? എന്തിനും എല്ലാം മറച്ചു കിടക്കണ. നാണം. എണീര്. പിന്നെ രണ്ടെണ്ണം ബുക്ക് ചെയ്ത് ഒന്ന് ഫ്രീ ആണോ? ഒന്ന് എനിക്കിവിടെ ബുക്ക് ചെയ്യടാ. നമുക്ക് 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ് ഇടാടാ. എടാ എന്താടാ നിങ്ങൾ എന്നെ തുപ്പിയാടാ? നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ് എടാ കൊള്ളാടാ. അപ്പൊ പാലേച്ചിന് ഞാൻ ഒരേപോലത്തെ ഇടണ്ടേ? എടാ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയടാ. എടേ മാമനൊരു കുർത്ത എടുത്ത് പറ. ഇവൻ എന്തിനു മോനല്ലേ? നല്ല പയ്യൻ തന്നെ കേട്ടാ. നീ കല്യാണമാണ്, എല്ലാരും എനിക്ക് ലെക്ചർ എന്ന് വിളിക്കണം. കുടുംബസമേതം എത്തണം. ഇവിടെ കേരളക്കരയിലെ എല്ലാരെയുമാണ് പയ്യൻ കല്യാണം വിളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണാൻ എല്ലാരും വരണം. എടാ ആനന്ദ് കല്യാണത്തിന് വരാൻ പറ്റൂലെന്നാണ് പറയണ. അവന് വേണ്ടി 2 വാക്ക്. അച്ചു, ഞാൻ എന്ത് പറയാൻ? അച്ഛനിരിക്കാണ് വിഷമയില്ലേണത്. മാമ നിക്കറുണ്ട്. ആനന്ദേ നീ രക്ഷപ്പെട്ട്. എടാ അവൻ എന്തൊരു പയ്യല്ലേടാ അവൻ. സ്വന്തം ചങ്കന്റെ കല്യാണമായിട്ട് പരീക്ഷയൊക്കെ കളഞ്ഞിട്ട് വന്ന 1 വർഷം പോണേ പയ്യന്റെ കല്യാണം വന്നനായിരുന്നു. അപ്പൊ അവന് പരീക്ഷയാണ് വലുത്, നിന്റെ കല്യാണം അല്ല. അച്ചു നീയും പോണ്ടാട്ടോ അവന്റെ കല്യാണത്തിന്. നീ പോണ്ട കളിയാ. അവനെ തുപ്പ നമ്മളെ ബെൽറ്റിന്ന് അവനെ ഒഴിവാക്കി. മാമ പോണ്ടല്ലേ നമ്മള് അവന്റെ കല്യാണത്തിന്? അവന്റെ പരീക്ഷ പോവാൻ പറ. നമുക്ക് ആടണം പാടണം. സെലിബ്രേഷൻ മോഡ്. നമ്മളെ ടീമില് ആദ്യം ജോലി കിട്ടിയ പയ്യനാണ്. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലല്ലോടാ. പിന്നെ നമ്മളെ ടീമിൽ തന്നെ ആദ്യമായിട്ട് വീട് വെച്ച പയ്യനും. അപ്പൊ ഇന്ന് നമ്മളെ ചെറുക്കൻ്റെ വീട് പണിയൊക്കെ ഏതുവരായെന്നൊക്കെ പോയി നോക്കാൻ പോവാണ്. ഹോം ടൂറാണ് കേട്ടോ, ഹോം ടൂർ. പട്ടാളം പുരുഷുവിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ എപ്പിസോഡ്. എവിടെ പോണ്ട വേറല്ല കേട്ടോ, വേറല്ല. പട്ടാളത്തിൽ നിന്ന് വന്ന് അല്ലെ വന്ന ഇതിൽ നമ്മളെ കാണുന്നതിന്റെ രീതി കാണണമെന്ന് അറിയാം. പാലാച്ച് കല്യാണം കുറച്ച് ഡിലേ ആണ് ഇപ്പൊ. കഴിഞ്ഞ വർഷം വന്നപ്പം വന്ന ഉടനെ എങ്കില് പട്ടാളത്തിൽ നിന്ന് 1.5 വർഷത്തിന് ശേഷം വന്നില്ലേ? അതത്രേ ഉള്ളു. കല്യാണം പാലാച്ചിന് ഒരുമിച്ച് 9-ാം തീയതി വൻ പരിപാടിയാണ്. 9-ാം തീയതി 9-ാം തീയതി നിങ്ങൾ കയറി വരുമ്പം ചായയും കടി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീ ചായ കുടിക്കില്ല, ഞാൻ ആയുർവേദമാണെന്ന് പറഞ്ഞാൽ ഹെർബൽ ടീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നീ ഫുഡിലോട്ടോ തുടങ്ങണം. ലെവലായിട്ട് പറ, ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. എഗ് കുൽഫി. എഗ് കുൽഫി പട്ടാളത്തിലുള്ളതാണ്. ഇല്ല, ഇവിടെ ഉള്ളതാ. അതിന്റെ സാധനം അതൊരു പുതിയ വെറൈറ്റി ബുദ്ധിമുട്ട് കാണാത്ത ഐറ്റം. പോടാ, ആദ്യമായിട്ട് ബുദ്ധിമുട്ടില് നീ ഇറക്കണം. ഇവിടെ ഇറക്കണ ഞാനാണ്. ലാസ്റ്റ് അത് തിന്നിട്ട് അതോടെ ആൾക്കാർ ഓടോ. പിന്നെ ജ്യൂസ് ഉണ്ട്, ജ്യൂസ് വെൽക്കം ജ്യൂസ്. അതെന്താണ് വെൽക്കം ജ്യൂസ്? എന്താ ജ്യൂസ്? പൈനാപ്പിൾ, തണ്ണിമത്തൻ, മുന്തിരി. ഈ പറയണ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അവന്റെ ഊപ്പാട് വരും. അതിന്റെ ഊപ്പാട് മെയിൻ കോഴ്സിൽ പോവാം. മെയിൻ കോഴ്സ് അങ്ങോട്ടോ. മെയിൻ കോഴ്സിൽ പോകുമ്പം ഫ്രൈഡ് റൈസ്, ചിക്കൻ പൊരിച്ച, ചിക്കൻ കറി. മീനില്ലേ? മീനൊന്നുമില്ല. പിന്നെ അപ്പം, പൊറോട്ട, ചപ്പാത്തി, കപ്പ, മുളക് ചമ്മന്തി, പിന്നെ വെജ് കറി,
പൈസ വാരി അറിയാനേട്ടാ. ഇവന്റെ ഒരു കാര്യം പറയട്ടാ, പണ്ടത്തെ ആൾക്കാർ നടത്തണൊക്കെ വല്ല ബെറോട്ടെ ബീഫാ ഇതൊക്കെ കൊടുത്താ പോയി. നമ്മളെ മുദ്രാവാക്യം പണം പോട്ടെ പവർ വരട്ടെ. അതുകൊണ്ട് കരയില്ല. ഇപ്പഴേ ഞാൻ ചോദിച്ചപ്പോ എന്റെ പറയണേ പാലച്ചും കല്യാണം ആയതുകൊണ്ട് എന്റെ ഒരു പൈസ ഇല്ല, ഒരു വീട് വെച്ച് അതിന് ലോണ്, പവർ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുവല്ല. പൈസ പലിശയ്ക്ക് എടുക്കണം കാക്ക എന്ന് പറയരുത് ദയവ് ചെയ്ത്. അതേ എനിക്ക് നിന്റെ പറയാനുള്ളൂ. ലാസ്റ്റ് പണവും പോവും പവറും പോവും. അടപടലം. എല്ലാരോടും എനിക്ക് എന്റെ മോളിലുള്ള ഹണിമൂൺ സെറ്റ് ചെയ്ത് തരണം. ചൊക്കം പറയലാക്കിയാലേ ഹണിമൂണേ ഗോവയിലെന്ന് ഞാനും പറഞ്ഞ ഞാൻ പോയില്ലടാ കല്യാണം കഴിഞ്ഞിട്ട്. എടാ അത് പാവടാ, കൊണ്ടുപോടാ പയ്യനെ അവിടെ കൊണ്ടുപോടാ. പിന്നെ എന്തായാലും നീ പോവേല്ലേ, ഒരു അറ്റത്തിരുന്നോളും. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ഒരു അറ്റത്തിരുന്നോളും. അങ്ങനെ നമ്മള് പയ്യന്റെ ഭവനത്തിലേക്ക് നമ്മൾ ഐശ്വര്യപൂർവ്വം കടക്കുകയാണ്. കണ്ട ഇതാണ് കേട്ടോ പയ്യന്റെ വീട്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് പയ്യന്റെ വീട്ടിലേക്ക് കടക്കുകയാണ്. എടാ നമ്മക്കും വേണ്ടേടാ അച്ചു ഇതേപോലെ ഒരു വീട്. നമ്മളെ കടത്തിണ്ണയിലായാലും കിടക്കും അല്ലടാ. ഓ ഇതാണ് പയ്യന്റെ റൂം. പണം ഇറക്കിയുള്ള പരിപാടിയാണ്. പയ്യന്റെ ബാത്റൂം എന്ന് പറയുന്നത് ഇതാണ്. ബാത്റൂമിന് ഇത്ര പൊലിപ്പൊന്നും വേണ്ടായിരുന്നു കേട്ടോ. ഇത് ഡെക്കറേഷൻ കൂടി പോയില്ലേ. എത്ര റൂമാടാ ഇവിടെ? 3 റൂം. അടുത്ത റൂം ഇത് നിന്റെ ഇരിക്കുമല്ലേ? എനിക്ക് വയ്യ. ഇത് അച്ചുവിന്റെ റൂം കേട്ടോ. അച്ചുവിന്റെ റൂമിൽ പച്ച കളർ ടൈൽ ഒട്ടിച്ചിട്ടുള്ള അതിവിശാലമായ ഷോറൂമാണ്. അത് കൊള്ളാം, ഫുൾ സെറ്റപ്പാണ്. അടുക്കള കാണാനായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഇത് തള്ളിയിടല്ലേ മാമന്. അപ്പൊ 2 അടുക്കള, 2 കോയപ്പോ ഒരടുക്കള 2 അടുക്കള. പണം തന്നെ പണം. എന്താ പുകയെടുപ്പ്, പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. അതാരാ വീട്? അപ്പൊ അയൽവക്കം റെഡിയായി. ആളും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം. ടോപ്പ് സീലിംഗ് വർക്കൊക്കെ കൊണ്ട് നല്ല ഫുൾ സെറ്റപ്പിലാണ് ആളും ചെയ്തേക്കണം. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. അച്ചു ഓപ്പൺ ഏരിയ, നല്ല വൈബ് സ്ഥലം, ആംബിയൻസ് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് വൈകിട്ടൊരു പാർട്ടി കോഴിയൊക്കെ അടിച്ച് അല്ലടാ. പിന്നല്ല, പിന്നെ നല്ല വ്യൂ ഉണ്ട്, രാത്രി അടിപൊളി നല്ല വ്യൂ ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ഗോകുലമാണ് കേട്ടോ. അവിടെ ഗോകുലം മെഡിക്കൽ കോളേജാണ്. അങ്ങോട്ട് നോക്കിയാൽ പാറമുകളിൽ ആ ടാങ്കൊക്കെ കാണാൻ പറ്റും വലിയ. പക്ഷേ ഈ വീഡിയോയിൽ കറക്റ്റ് കിട്ടൂല. പിന്നെ കോട്ടുന്ന മലയുണ്ടാ എടാ. നീ എല്ലാം കൂടെ ഉള്ള സ്ഥലം നോക്കിയാ അടിച്ചു. കടലും ഉണ്ടാ എടാ? കടലുണ്ട് കേട്ടാ. കടലിന്റെ ആ ഒരു നീല വര ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷെ വീഡിയോയിൽ അറിയാൻ പറ്റൂല ഗൈസ്, സോറി. മെയിൻ റോഡ് തൊട്ട് താഴെയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി അതിവിശാലമായ കോടികൾ മുടക്കിയുള്ള പണിയൊക്കെ ആണ്. ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് അങ്കൻവാടിയാണ് കേട്ടോ. ഓ പ്ലാനിങ് ഒക്കെ കൊള്ളാം കേട്ടാ. ഇപ്പൊ ഫുൾ സെറ്റപ്പാണ്. പണം പോട്ടെ, അത്രേ ഉള്ളു. ഇങ്ങനെ പട്ടാളം പുരുഷു ശുഭമുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. എന്ന് താക്കോലെന്ന് കിട്ടും വീടിന്റെ? 7-ാം തീയതി 7-ാം തീയതി പാലാച്ചി. 9-ാം തീയതി കല്യാണം. എടാ അച്ചു കണ്ട ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഫുൾ ബിസി. കല്യാണം പ്രമാണിച്ച് പുതിയ വീട്. ഹണിമൂൺ ഹണിമൂൺ എവിടാ? ഗോവ. എടാ മോനെ, അത് കഴിഞ്ഞ് നമ്മള് കപ്പിൾ ട്രിപ്പ് ഉണ്ട്. സാമ്പ്രാണിക്കൊടി വേണ്ട, വേറെ കപ്പിൾ ട്രിപ്പ് ഉണ്ട്. ഇതൊക്കെ വരും. അളയപ്പം മൊത്തം വീടൊക്കെ അപ്പം സെറ്റ് മൊത്തത്തില് അടിപൊളി കേട്ടോ. പാലാച്ച എല്ലാരും ഗ്രാൻഡ് ആയിട്ട്. ഓ അതാണ് കേട്ടോ. അപ്പൊ പാലാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് എടുത്താടി വരണ്ട. അപ്പൊ കല്യാണം ആയതുകൊണ്ട് നമ്മള് പാലാഴ്ച ചെറുതായിട്ട് അല്ലേ, പാലാച്ചിനോട് ചേർത്ത് കല്യാണ റിസപ്ഷൻ വൈകിട്ട്. ഓ അങ്ങനെ സംഭാവന സ്വീകരിക്കോ? സ്വീകരിക്കും.
സംഭാവനകൾ കിട്ടിയാൽ പരിപാടിയും grand ആവും. അച്ഛൻ്റെ നിന്റെ തരണോ അതേ അവന്റെ കൊടുത്താൽ മതി? ഇല്ലേ തന്നാ മതി. ഇവന് ചിലവ് മിസ്സി ആയിരിക്കുമല്ലോ. കുമ്പാരമാകുമ്പോ പരിപാടി ഗംഭീരം. നമ്മളെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ മൂലയില് ഒരു അമ്പലത്തിലെ കമ്മിറ്റി ഓഫീസിലെ കമ്മിറ്റി ഓഫീസിൽ 2 ആൾക്കാരോട് ഇരിക്കും. ഓ അത് നല്ല പരിപാടിയാണ്. ആരൊക്കെ പറഞ്ഞാൽ എന്തിനൊക്കെ തരണം എല്ലാം എഴുതി ഫുൾ വരവ് ചെലവ് കണക്കുകയാണ്. സംഭാവന മെയിൻ ക്യാഷ്യർ പുള്ളിയാണ്. അപ്പോൾ സംഭാവന കൊണ്ടുവരുന്നവര് അച്ചുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ നമ്മൾ വൈകിട്ട് കാണാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഹോം ഡോർ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കല്യാണമാണ് 9-ാം തീയതി കേട്ടോ. ആരെയും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വന്നേക്കണം. ബിസിയാണ്, ബിസിയാണ്. പയ്യന് ഞാൻ കുറെ എൻ്റെ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വിളിക്കാനൊക്കെ. പക്ഷേ ആരെങ്കിലൊക്കെ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു കേട്ടോ, നമുക്ക് അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയടാ, സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ കുത്തിഞ്ഞേക്ക് പൊട്ടിച്ചോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ.